എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് അതായത് നാളെയാണ് പരീക്ഷ. അപ്പോൾ 21-ാം തീയതി, അതായത് മാർച്ച് 21-ാം തീയതി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഊർജ്ജതന്ത്രം പരീക്ഷ, അതായത് ഈ ഒരു ഫിസിക്സ് പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഫിസിക്സ് പരീക്ഷയൊക്കെ ആണെങ്കിൽ അത് ഈ ഊർജ്ജതന്ത്രം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് ഇന്നും രാത്രിയൊക്കെ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മിനിമം ഒരു A ഗ്രേഡെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം ഫിസിക്സൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു A+ ഗ്രേഡൊക്കെ നേടാൻ സാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കുറഞ്ഞത്, അതായത് ഒരു 20 മാർക്കിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു SSLCയുടെ ആ ഒരു നാളത്തെ പരീക്ഷ നിങ്ങൾ പാസ്സാകും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5 മാർക്ക് മാത്രം നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 20 മാർക്കിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു C+ B ഗ്രേഡ് ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷയുള്ളത്. അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പഠിച്ച ഭാഗങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഊർജ്ജതന്ത്രം, അതായത് ഫിസിക്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് സിമ്പിളായിട്ട് തന്നെ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്, അതല്ലെങ്കിൽ ഊർജ്ജതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു 35 മാർക്കെങ്കിലും വാങ്ങിക്കണം. 35 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് A+ ഗ്രേഡിലേക്ക് മാറുന്നതാണ്. അതായത് ഈ ഒരു 35-നോടൊപ്പം 10 കൂടി ഉൾപ്പെടുത്തി 45 മാർക്കാണ് ഈ ഒരു A+ എന്ന് പറയുന്നത്. 45 മുതൽ 50 വരെയാണ് A+ എന്ന് പറയുന്നത്. അപ്പോൾ 10 മാർക്ക് CE ആണ്. 35 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ട മാർക്കാണ്. അപ്പോൾ 35 അതിൽ കൂടുതലോ കിട്ടുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട്, അതായത് അതിൻ്റെ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ ആ ഒരു പോയിൻറ്റ്സ് എങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. അതായത് ഒന്നും അറിയാത്ത വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ പോയിൻറ്റ്സ് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ പോയിൻറ്റ്സ് എങ്കിലും കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു A+ ഗ്രേഡ് നേടാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് A ഗ്രേഡ് മുതൽ A+ ഗ്രേഡ് വരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നാളത്തെ ഊർജ്ജതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് ഈ ഒരു പരീക്ഷ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫിസിക്സ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ജയിക്കാം. എന്നാൽ നിങ്ങൾ ഒരു 20 മാർക്കിന് മുകളിലോട്ട് വായിക്കുക. കാരണം ഒരു മിനിമം ഒരു C+ അല്ലെങ്കിൽ B ഗ്രേഡൊക്കെ കിട്ടണമെങ്കിൽ 20 മാർക്കിന് മുകളിലോട്ട് കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ. 5 മാർക്കൊക്കെ ആണെങ്കിൽ D+ ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.